കേരളമെന്നൊരു നാട്ടില്ലാതുര സേവനമയ്യോ കഷ്ടം കഷ്ടം. മരുന്നുകളില്ല, മന്ത്രവുമില്ല, മരുന്നിനു പോലും മാറ്റവുമില്ല. മരുന്നുകളില്ല, മന്ത്രവുമില്ല, മരുന്നിനു പോലും മാറ്റവുമില്ല. തൊഴിലില്ലാത്തവരെറിയിടുന്നു, തൊഴിലില്ലാത്തവരെറിയിടുന്നു. പൊഴി കിട്ടുന്നതു പാവങ്ങൾക്കും അരിവെപ്പനായി മാർഗമതില്ല. അരിവേവിക്കാൻ ഗ്യാസും നഹി നഹി, അരിവേവിക്കാൻ ഗ്യാസും നഹി നഹി. മയക്കുമരുന്നുകൾ സുലഭം എന്നും മദ്യം എപ്പോഴും എവിടെ കിട്ടും. പണമുള്ളവരെ കാണും നേരം പിന്നണി പാടി നടക്കും യോഗ്യൻ. ദൈവത്തിൻ നാടിനയോ കഷ്ടം. ദൈവം മൂക്കേ വിരലും വെക്കും. ദൈവം മൂക്കേ. ഇനി മതിയാട്ടം, ഇനി മതി ഒളിച്ചോട്ടം. കണക്ക് ചോദിക്കാൻ സമയമായി. അച്ഛനോട് ചോദിച്ചിട്ടുണ്ടോ അച്ഛൻ എന്തുകൊണ്ടാ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായത് അല്ലെങ്കിൽ CPM കാരനായെന്ന്? അത് അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. VS അച്യുതാനന്ദൻ, അതെ, അദ്ദേഹം മരണപ്പെട്ടു. അത് ഞാൻ പോയി കണ്ടു, സെക്രട്ടറിയിൽ പോയി കണ്ടു. അച്ഛൻ കൊണ്ടുപോയി. എനിക്ക് ഒരു കാര്യം വെച്ചാൽ അച്ഛൻ പണ്ടോട്ടേ പറയുന്ന അവരോടൊക്കെ എനിക്ക് കുറച്ച് ബഹുമാനമുണ്ട്. കാരണം ഇപ്പോ പട്ടിണി കിടക്കുന്ന പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഉയർന്നു വന്നത്. ആ പാർട്ടിക്ക് ഒരു വില ഉണ്ടായിരുന്നു എന്റെ ഇതില്. ഇപ്പൊ ഇല്ലെന്നാണ് ഇത് പറഞ്ഞ. ആരും എന്നെ ഒന്ന് കൊല്ലാനൊന്നും. അല്ല, അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം? ഇപ്പൊ അച്ഛൻ അച്യുതാനന്ദനെ കണ്ടിട്ടാണ് ഈ പാർട്ടിയിലേക്ക് വന്നതെന്ന് പറഞ്ഞു. ഇപ്പോഴും ഒരുപാട് നേതാക്കന്മാർ, ഇപ്പൊ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കേരളം ഭരിക്കുന്ന പോലും ഈ പാർട്ടിയാണ്. പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഇപ്പോഴത്തെ നേതാക്കന്മാരെ കുറിച്ച് അച്ഛന്റെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ മോളുടെ അഭിപ്രായം എന്താ? ഇപ്പൊ എനിക്ക് തോന്നുന്നു അച്ഛനും അത്ര സപ്പോർട്ട് ചെയ്യുന്നില്ല. പാർട്ടി ഇഷ്ടമാണ്, പക്ഷെ ആ ഭരിക്കുന്നവരെ ഞാൻ എപ്പോഴും പറയണത് അച്ഛാ പാർട്ടി നോക്കി ചെയ്യരുത്. കാരണം ഇപ്പൊ ഒരാളുണ്ടെങ്കിൽ അയാളുടെ ക്വാളിഫിക്കേഷൻ, അയാൾ എന്താണ് ആ നാടിന് വേണ്ടി ചെയ്തത് എന്ന് ആലോചിച്ചിട്ട് വോട്ട് കൊടുക്കുക. അതാണ് ചെയ്യാനുള്ളത്. എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ? പണ്ടത്തത് പറയാറില്ല. ഈ അച്ചുപ്പൻ അവരൊന്നും പറയാറില്ല. ഉള്ളിലുള്ള സ്നേഹമാണ്. വിളിച്ച് അച്ഛൻ വിളിപ്പിച്ച ശീലമായ. ചോദിച്ച ചോദ്യം എന്താണ് വിമർശനം? ഇപ്പൊ സത്യം പറഞ്ഞ ഞാൻ അച്ഛൻ ഈ കമ്മ്യൂണിസം പറയുന്ന സമയത്ത് വേറെ കുറെ വരുമാന്മാര് കാണുമല്ലോ ചുറ്റും ഇരുന്ന് സംസാരിക്കുമ്പോ അത് പിന്നെ അടിയാവും. ആ സമയത്ത് ഇപ്പൊ ഓരോരുത്തർ ഇങ്ങനെ ചൂണ്ടി ചോദിക്കും, ഈ പാർട്ടിയിലുള്ളവർ ഇപ്പൊ ഇതല്ലേ ചെയ്യുന്നത്, എന്തിനാ അങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അച്ഛന് മറുപടി ഇല്ല. എങ്ങനെ മറുപടി കാണും? ഇവരിതല്ലേ കാണിക്കുന്നത്. പിന്നെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് പറയാനും ഒന്നുമില്ല. ഞാൻ 43 വർഷം CPM-ന് വേണ്ടിയിട്ടും 38 വർഷം CAT-ന് വേണ്ടിയും വർക്ക് ചെയ്ത ആളാണ്. ഞാൻ ഈ ഒരു വിഷയവും മാത്രമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പല വേദികളിലും ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ നിരുപാധികം നിഷ്കരണം എന്ന് പറയാം, നിഷ്കരണം എന്നെ പുറത്താക്കുകയാണ് ചെയ്തത്. യൂണിയനിൽ നിന്നും പാർട്ടിയിൽ നിന്നും. പണ്ടെല്ലാം പാർട്ടിയിൽ 2 വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. ഒന്ന് പാർട്ടിയെ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരും, ഒന്ന് പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരും. ഇന്ന് പാർട്ടിയെ വിറ്റ് ജീവിക്കുന്ന കൂട്ടരാണ് ഇന്നിപ്പോ ഈ നഗരത്തെ ഭരിക്കുന്നത്. അവരെ ആ ഭരണകൂടത്തിന്റെ തിന്മകളെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇതൊരു കോർപ്പറേറ്റ് കമ്പനിക്കും കൈമാറ്റം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് അവസാന നിമിഷം വരെ ഞങ്ങൾ ഒച്ചത്തിൽ പറയുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യം LDF-നെ പരാജയപ്പെടുത്തുക. അതിന് ജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ആരാണോ അവർക്ക് മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. തൊഴിലാളിയുടെ വാചകം ഇത്ര ഷാർപ്പാണ്. ഒരു സാധാരണ CAT തൊഴിലാളിയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ബോധം ഞാൻ CAT-ൽ നിന്ന് ഇപ്പോൾ പുറത്താക്കിയ ആളാണ്. പാർട്ടിയെ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ട്, പക്ഷെ ഇപ്പോൾ പാർട്ടിയെ വിറ്റ് ജീവിക്കുന്നവരാണ്. ആരോപണത്തിന്റെ കണ്ടന്റ് പോകട്ടെ, പക്ഷെ ആ പറഞ്ഞ ഒരു വാചകത്തിന്റെ ഷാർപ്നെസ് ഞാൻ ആലോചിച്ച് നോക്കിയാണ്. സ്വർണത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറയൂ. സർ, സ്വർണം ഒരു ലോഹമാണ്. പ്രത്യേക സാഹചര്യങ്ങളിൽ ചെമ്പായി മാറുന്ന ഒരു മാന്ത്രിക ലോഹം. ബാക്കി ആര് പറയും? സർ, അത് പിന്നെ കിട്ടി. സന്നിധാനം പോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ വായുസമ്മർദ്ദം കാരണം സ്വർണത്തിന്റെ തന്മാത്രയിൽ മാറ്റം സംഭവിക്കും. ഇത് തടയാൻ പ്രത്യേക പരിശീലനം ലഭിച്ച നമ്മുടെ സഖാക്കൾ അത് ചുവപ്പിൽ പൊതിഞ്ഞ് പാർട്ടി ഓഫീസിലെത്തിക്കും. മിടുക്കൻ. ഇങ്ങനത്തെ സയന്റിഫിക് ബുദ്ധിയുള്ള മന്ത്രിമാരാണ് നമുക്ക് ആവശ്യം.